ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് എല്ലാവർക്കും കൂടി ഈവനിങ് ബീച്ചിൽ പോകാന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊരു ഈവനിങ് ബീച്ച് ഡേ വ്ളോഗ് ആയിരിക്കും കേട്ടോ. അപ്പം ഞാനും അനുവും രേഖാൻ്റെയും അമ്മയും കൂടാണ് നമ്മുടെ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ നേരെ കൊല്ലം ബീച്ചിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ രണ്ടാംകുറ്റിയിൽ നിന്ന് നമ്മുടെ ശ്രീതു ചേച്ചി സ്മിതൻ്റെയും നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് കേട്ടോ നമ്മൾ കൊല്ലം ബീച്ചിൽ വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം മൂവി റിലീസായതിൻ്റെ അന്നാണ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് കൊല്ലം ബീച്ചിൽ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മളൊരു സാറ്റർഡേയിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ലൈഫ് ഗാർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അനുവും ശ്രീതു ചേച്ചി പോയിക്കോളാൻ പറഞ്ഞു നമ്മളെടുത്ത്. അപ്പൊ ഞാനും അമ്മയും രേഖാൻ്റെയും സ്മിതൻ്റെയും കൂടെ കാലൊക്കെ നനയ്ക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ നല്ല അടിപൊളി തിരകളൊക്കെയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തു. പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തു. അത് പിന്നെ അങ്ങനെ ആണല്ലോ, നമ്മൾ എവിടെ പോയാലും ഫോട്ടോസും വീഡിയോസ് എടുക്കാതിരിക്കാൻ മറക്കത്തില്ലല്ലോ അല്ലേ. കൊല്ലം ബീച്ച് ഡേഞ്ചറസ് ആണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. സത്യത്തിൽ അത് ഡേഞ്ചറസ് തന്നെയാണ്, പക്ഷെ എന്നാലും നമ്മൾ പോകും. പിന്നെ മൂണും സ്റ്റാറും ഒക്കെ ഇന്ന് ഒരുമിച്ചായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറെ പടക്കങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് രേഖാൻ്റെ ഐസ്ക്രീം ഒക്കെ മേടിച്ചു തന്നു. ബട്ടർ സ്കോച്ച്, സ്പാനിഷ് ഡിലൈറ്റ് ചോക്ലേറ്റ്, നോർമൽ ചോക്ലേറ്റ്, ചോക്കോബാർ എല്ലാം നമ്മൾ മേടിച്ചു. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് നമ്മൾ ശാന്തമായ സ്ഥലത്തിരുന്ന് കഴിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സുണ്ടൽ മേടിച്ചു കേട്ടോ. നമ്മൾ വെള്ളക്കടലയും സോസും എല്ലാം കൂടി ഇട്ടിട്ടുണ്ടാക്കുന്ന സാധനമല്ലേ, അത് മേടിച്ചു. അത് കഴിച്ചു. അത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരുപാട് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ക്യാമറ സ്വന്തമായിട്ട് പിടിക്കുന്നുണ്ട്. അപ്പോൾ അനുവിൻ്റെ എക്സ്പ്രഷൻസ് ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അനു ആ സാധനം കഴിക്കത്തില്ല കേട്ടോ, ഒരുപാടൊന്നും കഴിക്കത്തില്ല. പിന്നെ അവിടെ കുതിരയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ലൈവായിട്ട് ഒരാൾ പാട്ട് പാടുന്നുണ്ടായിരുന്നു. ഈ പ്രതിമയെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ സുഹൃത്തുക്കളെ? നമ്മുടെ പൊന്മാൻ സിനിമയ്ക്കകത്തുണ്ട് കേട്ടോ. സ്മിതാൻ്റെ അമ്മയ്ക്കൊരു ബാഗ് വാങ്ങി കൊടുത്തു. 250 രൂപയുള്ളൂ. നല്ല ക്വാളിറ്റി ബാഗാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു അത്തറും വാങ്ങിയിട്ട് നമ്മൾ നേരെ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോയി. അതിൻ്റെ വീഡിയോ നെക്സ്റ്റ് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ.